ഇപ്പാന്റെ ബർത്ത്ഡേ നാളെ ആണെങ്കിലും വീട്ടിലെല്ലാരും ഉള്ള സ്ഥിതിക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പാനെ സർപ്രൈസ് ആയി വിളിച്ചുകൊണ്ടിരാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇപ്പൊ ഇതാ വരുന്ന വാതിലും തുറന്നു. സർപ്രൈസ് ഇതാ കിടക്കുന്ന തലയും കുത്തി. എന്നാലും ഇപ്പൊ സർപ്രൈസ് ആയിട്ടോ. ഇപ്പൊ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മാത്രല്ല ഇപ്പാക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഇപ്പാന്റെ ബർത്ത്ഡേ എന്നുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റിൽ ആയപ്പോ പിന്നെ ഞങ്ങളുടെ അടുത്ത പ്രശ്നം ഐറൂസ് മുതൽ ഇമ്മാക്ക് വരെയുള്ള പ്രശ്നമാണ് കേട്ടോ. ആ ഇപ്പാന്റെ കയ്യിൽ നിന്ന് ആദ്യം കേക്ക് വാങ്ങുന്നുള്ളത്. പിന്നെ ഞങ്ങളൊന്ന് രമ്യതയിലെത്തി ആദ്യം പേരക്കുട്ടിയായിട്ടുള്ള ഐറൂസിന് കൊടുത്തു. പിന്നെ പേരക്കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഇമ്മാക്ക് കൊടുത്തു. പിന്നെ മക്കളെ ക്രമത്തിൽ കൊടുത്തു. താത്ത, കാക്ക, ഞാൻ. പിന്നെ അതിലും മരുമക്കള് അളയാക്ക, നയന. പിന്നെ വലിയ പേരക്കുട്ടികള് ഹണി, നൈനു. പിന്നെ പേരമരുവന് അൻസാറ്. ഖത്തം. ഇന്റെ കെട്ടിയോൻ ഇവിടെ ഇല്ലാത്തോണ്ട് അതങ്ങോട്ട് ക്യാൻസൽഡ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഞങ്ങളെ ഫാമിലി ബെസ്റ്റ് ആട്ടോ. അപ്പൊ നമുക്ക് ഗിഫ്റ്റിലോട്ട് കടന്നാലോ? ഞങ്ങള് മൂന്നാളും കൂടി എന്നോ പ്ലാൻ ചെയ്ത ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് മിനിറ്റ് പോയി താത്ത സെലക്ട് ചെയ്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് താത്തക്ക് ഭയങ്കര ടെൻഷൻ കിട്ടോ ആ ഗിഫ്റ്റ് ഇപ്പാക്ക് കൊടുക്കാൻ. ഷർട്ട് വാങ്ങണേൽ ഇപ്പൊ ഭയങ്കര സെലക്റ്റീവ് ആണ്. ഡാർക്ക് കളേഴ്സേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പാക്ക് ഷർട്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. ഇനി ഫുഡ് ടൈമാണ്. ഇന്ന് അൻസാറിന്റെ വക എല്ലാവർക്കും ബ്രോസ്റ്റ് ആണ്. അൻസാർ വാങ്ങായതുകൊണ്ട് തന്നെ ആർക്കും തികഞ്ഞില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും മൂക്കുമുട്ട് തിന്നാനുള്ള ഫുഡ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഡയറ്റ് പൊളിഞ്ഞ് പാളീസായി ഗൈസ്. എല്ലാവരും നാളെ വെയിങ് മെഷീനിൽ നോക്കുമ്പോൾ എല്ലാവർക്കും നാളെ കരയാനുള്ള ഒരു വക ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് നല്ലപോലെ കഴിക്കാം. ബ്രോസ്റ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ അൻസാറ് ഉച്ചക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവന് ബ്രോസ്റ്റും കഴിച്ചു, ഉമ്മാന്റെ ബിരിയാണിയും കഴിച്ചു. എല്ലാവരും നല്ല ആസ്വദിച്ച് ഡയറ്റിനെ കുറിച്ചൊക്കെ മറന്ന് എല്ലാവരും നല്ല ഫുഡ് അടിയിലാണ് കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാവരും വർത്താനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കാനുള്ളവരൊക്കെ റിട്ടേൺ അടിക്കുകയാണ്. ആദ്യം ഹണി അൻസാറും പോയി, പുറകെ തന്നെ അളിയാക്കയും പോയിട്ട്. ഞാനും താത്തേക്ക് നാളെ പോകണുള്ളൂ കേട്ടോ. കുറച്ചേരം ഞങ്ങൾ പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു സിനിമ കണ്ടാലോ എന്നുള്ള ഒരു പ്ലാനിലായി. പകുതി കണ്ടപ്പോത്തിന് ഞാൻ ആ ടേബിൾമ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ 2 മണി 3 മണിയൊക്കെ ആയിട്ടുണ്ട് കിടന്നുറങ്ങാൻ.